പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാനനാഥനെ ആരാധിച്ച് നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ ആത്മീയ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ശുശ്രൂഷകളെയും ഈ ദിവസത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധമായ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം.
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധി അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ആക്കണമേ. പരിശുദ്ധി അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകളും മരിയൻ ഉടമ്പടിയിൽ സമർപ്പിക്കപ്പെട്ട നിയോഗങ്ങളും ലൈറ്റ് കാൻഡൽ റിക്വസ്റ്റിലൂടെ സമർപ്പിക്കപ്പെട്ട എല്ലാ നിയോഗങ്ങളും ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ നിയോഗങ്ങളെയും ഇവിടുത്തെ ശുശ്രൂഷകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ മണ്ണിൽ കടന്നു വന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ ജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് മൗനമായി പ്രത്യേകമായി മധ്യസ്ഥം വായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് ഒരിക്കൽ കൂടി എല്ലാ മേഖലകളിലും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിന് നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി എടുക്കുന്ന മാതൃകാ സാക്ഷ്യം അഞ്ജന ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ്. നമ്മൾ ഉടമ്പടിയുടെ സാധ്യതകൾ ദൈവം ഓരോ ആഴ്ചകളിലും ഉടമ്പടി അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം. പണ്ടുണ്ടായിരുന്ന ഒരു സ്കീം അനുസരിച്ച് അങ്ങനെ ഫോളോ ചെയ്ത് പോവുകയില്ല. ഉടമ്പടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുക. ഉടമ്പടിയുടെ സാധ്യതകൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രംഗങ്ങൾ, അവൻ്റെ സംഘർഷഭൂമി, അതിനുള്ള സമാധാനവും സമാശ്വാസവും ഒക്കെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദൈവാനുഭവങ്ങളുടെ ഉടമ്പടി ഇങ്ങനെ വളർന്ന് പുരോഗമിക്കണ കാണാം. ഇക്കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ ദൈവത്തിൻ്റെ ഉത്തരവെന്നാണ് KCBC തിയോളജിക്കൽ കമ്മീഷൻ ചെയർമാനായിരുന്ന ഇന്ന് KCBCയുടെ വൈസ് പ്രസിഡൻ്റായ നമ്മുടെ ചക്കാലക്കൽ പിതാവ് പറഞ്ഞത്. അത് അന്ന് വായിച്ചപ്പോഴേക്കും മനസ്സിലായില്ലേ പിതാവ് പറഞ്ഞത്. പിതാവ് ഉടമ്പടിയുടെ പുസ്തകം കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊരു ആദരവോടെയാണ് മാതാവ് ആ വിഷയം ചെയ്തത്. പിതാവ് ഇവിടെ വന്ന് ഉടമ്പടി പുസ്തകത്തിൻ്റെ കരട് രൂപം കൈപ്പറ്റിപ്പോവുകയാണ് ചെയ്തത്. എന്നിട്ട് പിതാവ് ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ ഫോർവേഡ് എഴുതി തന്ന് അതിലാദ്യത്തെ വാക്യതാണ്: ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ ഉത്തരമാണ് ഉടമ്പടി എന്ന്. അയ്യോ, അന്ന് ഞാൻ വായിക്കുമ്പോൾ ഇത്രയും ആന്തരികമായ അഭിഷേകം അതിലുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു.
പക്ഷെ നമ്മൾ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പിതാവിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത് എത്രയോ ഷാർപ്പാണെന്ന്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ജനത്തിന്റെ കണ്ണീർ തുടയ്ക്കുവാൻ വസിച്ചോട്ടെ പഞ്ചന ഡേവിഡിൻ്റെ സാക്ഷ്യം. അവർ എനിക്ക് തോന്നുന്നത് തൃശ്ശൂരാണ്, പക്ഷെ അവർ താമസിക്കുന്നത് ചെന്നൈയിലാണ്. ഇവരുടെ വിഷയം എന്ന് കേട്ട് ഇവർ 4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർ പ്രഗ്നൻ്റ് ആകുന്നത്. ആ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാം, അതിൽ യൂട്യൂബിലുണ്ടത്. അപ്പോൾ 4 വർഷം കാത്തിരുന്നിട്ടാണ് ഒരു കുഞ്ഞിനെ കിട്ടിയത്. പക്ഷേ 3-ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞ് ഡൗൺ സിൻഡ്രോമാണ്, പോസിറ്റീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ദബുദ്ധി, പല അംഗവൈകല്യങ്ങളുള്ള കൊച്ചാണ്. ഇത് 2 ഡോക്ടർമാർ കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവരെ വിളിപ്പിച്ചിട്ട് ഡോക്ടർ പറയും ഇതിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബോർഷൻ നടത്താൻ പറയും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിത് കുരിശായിരിക്കും. പക്ഷേ ഇവർ പറയുന്നൊരു വാക്കുണ്ട്, ഡോക്ടറെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് ഇവർ പറയുന്നതറിയോ, എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണ്, അവനാണ് ഈ കുഞ്ഞിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അവനെപ്പോലെ ഈ കുഞ്ഞും അംഗവൈകല്യം ഉണ്ടാകത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കണമെന്ന് കൈയടിച്ച് കർത്താനുസ്തുതികൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് എന്ത് തോന്നണ്? അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, വേറെ ഇല്ലേ? അവരെ അവരുടെ മാതാപിതാക്കന്മാർ പൊന്നുപോലെ സൂക്ഷിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓട്ടിസം ബാധിച്ച് എത്രയോ മക്കളിവിടെ വരണത്. അപ്പോൾ അവരുടെ മാതാപിതാക്കന്മാരെ ദൈവം എന്തുമാത്രം വിശ്വസിച്ചിട്ടാണ് ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളിലൂടെ ആയിരിക്കും അവിടെ നിത്യത ഏറ്റവും കൂടുതൽ ഉറപ്പ് വരുന്നത്. ക്രിസ്ത്യാനിയെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ലഭിക്കാവുന്ന വിശ്വാസത്തിനെക്കുറിച്ച് ആന്തരികമായ അഭിഷേകജ്ഞാനമുള്ളവർക്ക് മനസ്സിലാകും, നമുക്ക് ദൈവത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിത്യതയാണ്. നിത്യതയേക്കാൾ കുറഞ്ഞ് ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു വിശ്വാസിക്ക് എന്തും കിട്ടിയിട്ടും കാര്യമില്ല. കാര്യം എന്താണ്? ഈ വെള്ളം കുടിക്കണതിനൊക്കെ ഇനിയും ദാഹിക്കും. കർത്താവ് 5 ഭർത്താക്കന്മാരുണ്ടായ സ്ത്രീയോട് പറഞ്ഞില്ലേ, 4:13 യോഹന്നാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. അപ്പോഴേ ഈ ലോകത്തിൻ്റെ ശരീര സംബന്ധമായ വീട്, ജോലി, വിവാഹം, മക്കൾ, അതുപോലെ തന്നെയുള്ള അത് ശരീരത്തെ ബന്ധപ്പെട്ട എന്ത് കിട്ടിയാലും വീണ്ടും നമുക്ക് കിട്ടാത്ത പോലെ തോന്നുമെന്നാണ് ഈശോ പറയണത്. കിട്ടിയാലും കിട്ടാത്ത പോലെ തോന്നും. അപ്പം കിട്ടിയത് കൊണ്ട്
നമ്മൾ ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് എയിം ഇല്ല. അത് വിശ്വാസിയാണ് മനസ്സിൽ. പക്ഷേ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ ഷീജ ഇങ്ങനെ ഈ അഞ്ജന ഡേവിഡ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞില്ലേ, എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണ്, അതുകൊണ്ട് അവൻ സൃഷ്ടിക്കുന്നതും അംഗവൈകല്യമില്ലാത്തതായിരിക്കും. ഞങ്ങൾ സൃഷ്ടിച്ചെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവൻ സൃഷ്ടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? ഇതൊരു വിശ്വാസത്തിൻ്റെ വിഷയമാണ്. വിശ്വാസം ഏറ്റുപറയാനുള്ളതാണ്. നമ്മൾ വിശ്വാസത്തെ വളരണത് എങ്ങനെയാണ്? ഇവരെന്താ ചെയ്തിരിക്കണത്? ഇവരുടെ സ്കാൻ ചെയ്തപ്പോൾ ഈ കുഞ്ഞിന് പല അവയവങ്ങളും ഇല്ല എന്നുള്ളത് മനസ്സിലായി. കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ട്, തലതിരിയത്തില്ല, പല പ്രശ്നങ്ങളാണ് ഈ അനുകിടക്കുടക്ക് ഓരോ സ്കാനിങ്ങിനും വരണത്. അപ്പോഴൊക്കെ ഇവരിങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസത്തെക്കുറിച്ച് സെൻറ്റ് പോള് ഏറ്റവും കൂടുതൽ വിശ്വാസത്തെ കൈകാര്യം ചെയ്ത ഒരു അപ്പോസ്തലനാണ് വിശുദ്ധ പൗലോസ്. അദ്ദേഹം പറയുന്നത് എന്താണ്? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ. 4:20 റോമാലേഖനം 4:20 ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക. അപ്പൊ കേവല വിശ്വാസം നമുക്ക് കിട്ടും, പക്ഷെ നമ്മളെന്ത് ചെയ്യണം? വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമുക്ക് കേവല വിശ്വാസമാണ് കിട്ടുന്നത്, അല്ലേ? മാതാപിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടും, വേദപാഠ ക്ലാസ്സിൽ നിന്ന് പകർന്നു കിട്ടും, ബൈബിൾ പഠനത്തിലൂടെയും പ്രസംഗത്തിലൂടെയും പകർന്നു കിട്ടും. ഇതെല്ലാം നമ്മൾക്ക് കിട്ടുന്നതും, പക്ഷേ ഈ വിശ്വാസത്തെ നമ്മൾ ഈ കേവല വിശ്വാസത്തെ പവേഡായിട്ടുള്ള ഫെയ്ത്താക്കി കൺവേർട്ട് ചെയ്യണം. ശക്തി പ്രാപിച്ച വിശ്വാസം, അത് നമ്മുടെ കോൺട്രിബ്യൂഷനാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളുടെ ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒന്നും ശരിക്കും ആക്ടിവേറ്റ് ചെയ്ത ഫെയ്ത്ത് അല്ല. പണ്ടെങ്ങോ വേദപാഠ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ട് അതുപോലെ കൊണ്ടുനടക്കുകയാണ്. വിശ്വാസം പ്രഖ്യാപിച്ചിട്ടില്ല. വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴല്ലേ ദൈവം മഹത്വപ്പെടത്തുള്ളൂ. ഇപ്പോൾ അഞ്ജന ഡേവിഡ് എന്താ ചെയ്തിരിക്കണത്? ഈ അംഗവൈകല്യമുള്ള കുഞ്ഞിനെ ഗർഭത്തിലിട്ടുകൊണ്ട് അവൾ പറയണത് എന്താണ്? എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് എന്താ സംഭവിക്കണത്? അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കും. വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുന്നത് നിൻ്റെ സഹനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞ് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുന്നത് എൻ്റെ സഹനത്തില് ദൈവത്തെ ദൈവ തിരുമനസ് തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്നതിലൂടെയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഞാൻ കടന്നു പോകുന്ന ഇന്നത്തെ ദുരിതങ്ങളെ ദൈവനാമത്തിലെ ഏറ്റെടുത്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് നമ്മള് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ബൈബിൾ പഠിക്കുകയാണ്. പക്ഷേ ബൈബിൾ പഠിക്കണത് എന്തിനാണ്? നമുക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയാണോ? ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല. നമ്മൾ ബൈബിൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ജീവിതത്തോട് ചേർത്ത് വെച്ച് പഠിക്കുക. ഈ ജീവിതത്തിലൂടെ ഏത് വചനമാണ് കർത്താവ് എന്നോട് പറയണത്? അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ മുൾക്കിടവും കുരിശും തിരുവിരാവിലെ മുറിവും കർത്താവിൻ്റെ സഹനങ്ങളുടെ ഒരു ഷെയർ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈ കുരിശിനെ കൃപയാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വളരണത്. അത് അങ്ങനെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്
നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ അന്നു വേണ്ട ആഹാരം പോലെ തന്നിട്ടുള്ള ദൈവഹിതമാകുന്ന അനുദിന ഭക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴ് നമ്മൾ വായിച്ച് കേട്ട വചനം ഏതാണ്? റോമൻ 4:20. എന്താ വചനം? എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവിൻ, ശക്തിപ്പെടുവിൻ. അപ്പോൾ എന്നെ പ്രോബ്ലം കഴിഞ്ഞാലേ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നമുക്കെന്ത് സംഭവിക്കും? വിശ്വാസത്തിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു പോകും. വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണം. കാര്യം നമ്മൾക്കുള്ള പ്രോബ്ലം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതായത് നമ്മളുടെ ഫെയ്ത്ത് ക്രൊണോളജിക്കൽ ഫെയ്ത്താണ്. സാധാരണ നമുക്ക് 18 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സുണ്ടെങ്കിൽ 50 വയസ്സിൻ്റെ വിശ്വാസമാണ് നമുക്കുള്ളത്. ചിലപ്പോൾ 50 വയസ്സിൻ്റെ വിശ്വാസം കാണത്തില്ല. വിശ്വാസത്തെ വർക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ 50 വയസ്സുള്ള വിശ്വാസം കാണത്തില്ല. 50 വയസ്സ് ഉണ്ടാകാം, ചിലപ്പോൾ 30 വയസ്സിൻ്റെ 20 വയസ്സിൻ്റെ വിശ്വാസം ഉണ്ടാകും. അതെന്നുവെച്ചാൽ ക്രോണോളജിക്കൽ ഇയറിനേക്കാൾ താഴ്ന്നു വരും. എന്നുവെച്ചാൽ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്ന് കുതിരയെ കെട്ടണ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത്. എപ്പോഴും വണ്ടി, ഈ ജീവിതമാകുന്ന വണ്ടി വിശ്വാസം വലിച്ചുകൊണ്ട് പോകണം. അതിന് വിശ്വാസം വയസ്സിനേക്കാൾ കൂടിയ വിശ്വാസം ഉണ്ടാകണം. ഇത് വലിയ പ്രശ്നമാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടി വരും. എന്തിന്? എങ്ങനെ മഹത്വപ്പെടുത്തണം? നമ്മൾക്ക് ദൈവഹിതപ്രകാരമുള്ള എന്തെങ്കിലും ഒരു ദുഃഖവും ദുരിതമോ അരിഷ്ടവും ജീവിതത്തിൻ്റെ ഭാഗമായാൽ അത് നമ്മൾ വിഴുങ്ങാതെ, മറിച്ച് ആ സമയത്ത് അത് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിനോട് യോജിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അല്ലാതെ അതിനെ കരഞ്ഞ് കൂപി ആപ്പടെ സങ്കടപ്പെട്ട് നടക്കരുത്. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും നിൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാനുള്ള ഒരു വകുപ്പാണത്. നിൻ്റെ സന്തോഷത്തിൽ ഇടപെട്ടിട്ട് ദൈവത്തിന് കൃപ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. നോട്ട് ദ പോയിന്റ്. ശ്രദ്ധിക്കുക, നിൻ്റെ സന്തോഷത്തിൽ ഇടപെട്ടുകൊണ്ട് നിനക്ക് ഒരു വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിന് എളുപ്പം നിൻ്റെ സങ്കടങ്ങളിൽ ഇടപെട്ടിട്ട് നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് സന്തോഷവും സങ്കടവും. ഇപ്പം നീ ഒരു സന്തോഷമായിട്ട് പോവുകയാണ്, ഒരു കുഴപ്പമില്ല വെച്ചാൽ ഭംഗിയായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒക്കെയാണ് വെച്ചാൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഞാൻ പറയും നീ പോക്കാണെന്ന് പറയും. എന്താ കാര്യം? ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. വിശ്വാസം വളർത്താൻ വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. നിനക്ക് ക്ലാസ് കയറ്റമില്ല. പണ്ടത്തെ ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഭക്ഷണം കിട്ടും, അത്യാവശ്യം ജോലിയുണ്ട്, അത്യാവശ്യം സന്തോഷമായിട്ടൊക്കെ അങ്ങനെ പോണ്. ഇതുകൊണ്ട് നിത്യതയ്ക്കൊരു പ്രയോജനമില്ല. നീ ചാകുന്നു, തീരുന്നു, എല്ലാം തീർന്നോ? യേശുക്രിസ്തുവിനെ നീ സ്വീകരിച്ചിട്ടും നിനക്ക് നിത്യതയ്ക്ക് വൃത്തിയും മെനയുള്ളൊരു നിത്യത കിട്ടിയില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താ? എങ്ങനെയെങ്കിലും നിത്യത കിട്ടിയാൽ മതിയോ? എങ്ങനെയെങ്കിലും നിത്യത കിട്ടിയാൽ പോരാ. അതെന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15:41 ഒന്ന് വായിച്ച് ഒന്ന് പറഞ്ഞ്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. തേജസ് മാറ്റം കണ്ടില്ലേ? സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്. ഏറ്റു പറഞ്ഞേ. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് ഒന്ന്. അപ്പൊ തേജസ്സാണ് പ്രോബ്ലം, മഹത്വമാണ് പ്രശ്നം. കണ്ടില്ലേ? ഇനി അടുത്ത വായിക്കുക. സൂര്യന്റെ തേജസ് ഒന്ന്,
സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറെ ഒന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ്. ദാറ്റ്സ് ദ പോയിന്റ്. എന്താണ് ഒന്ന് പറഞ്ഞേ? ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. മരിച്ചവരുടെ പുനരുത്ഥാനവും. മനസ്സിലായില്ലേ? മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും തേജസ് മാറ്റം ഉണ്ടെന്നർത്ഥം. നമ്മളൊക്കെ കർത്താവിൻ്റെ ഒരു കണക്കുകൂട്ടലല്ലേ. കർത്താവ് ഈ ചന്ദ്രനെ ഒന്നും കണക്കാക്കണില്ല. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും കുറച്ച് സൽപ്രവൃത്തിയൊക്കെ ചെയ്ത് ഇവരെ കേടുകൂടാതെയൊക്കെ പോകുന്ന ഈ സാധാരണ ഒരു പാസ് മാർക്കില്ലേ, അതൊന്നും കർത്താവ് ഈ ചന്ദ്രനെയൊക്കെ കൂട്ടുന്നത് സെൻറ്റ് പോളാണ്. കർത്താവിൻ്റെ കണക്കിൽ ചന്ദ്രനൊന്നും ഇല്ല. കർത്താവ് എന്താ പറയണത്? 13:43 യോഹന്നാൻ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 13:43 പറഞ്ഞോളൂ, ശ്രദ്ധിക്കട്ടെ. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. സൂര്യനെ പോലെ. അപ്പൊ ചന്ദ്രനും നക്ഷത്രമൊക്കെ പോയി, മൈൻഡ് ചെയ്യണില്ല. ഈ ബേസിക് കൃപയുള്ളവരൊന്നും കർത്താവ് അവൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത കാരണം ഈ അയ്യോഭാവി ക്രിസ്ത്യാനികളൊന്നും ദൈവം കണക്കിലെടുക്കണില്ല. അത് സീരിയസ് വിഷയമാണ്. നിങ്ങൾ വിചാരിക്കരുത് എങ്ങനെയും തെമ്മാടിത്തരമായിട്ട് 5 ഭാര്യമാരെ 2 ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ 10 അബോർഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അടിവിളിച്ച് പൊളിച്ച് ജീവിക്കാം. അവസാനം ഒരു കുമ്പസാരം നടത്തി കുറേ മോങ്ങി തേങ്ങി അവസാനം ചത്ത് ചവിപ്പെട്ടി പോകാമെന്ന് വിചാരിച്ചാൽ ഒറ്റ നടക്ക് പോകത്തില്ല. ഈ ആൾക്കാർക്കെല്ലാം വന്നിരിക്കുന്ന അബദ്ധം അതാണ്. അവസാനത്തെ മാനസാന്തത്തിന് വേണ്ടി ഇരിക്കുകയാണ്. അതാകുമ്പോൾ എല്ലാം ഒക്കത്തില്ല. നിങ്ങൾ ഈ വചനങ്ങളെ കൂട്ടി വായിക്കണം. സെൻറ്റ് പോൾ പറയണത്, സെൻറ്റ് പോൾ സൂര്യൻ്റെ കൂടെ പിന്നെ ഈ ബേസിക് കോഴ്സുകാരെ എടുക്കുന്നുണ്ട്. A+കാരല്ല, സെൻറ്റ് പോൾ എക്കാരെ എടുക്കുന്നുണ്ട്, B+ ഒക്കെ എടുക്കുന്നുണ്ട്. ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രം, അത് B+ ആണ് ആ കേസ് കിട്ടുക. കൃപയിൽ B+ ആണ്, അതൊക്കെ സെൻറ്റ് പോൾ എടുക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് എടുക്കണില്ല. എന്താ കാര്യം? അവൻ്റെ വിശുദ്ധരത്വം ചിന്തിയിരിക്കുന്നതാണ്. അവൻ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മളെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു കാര്യം വ്യക്തമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിങ്ങൾ 10 കാര്യം നമുക്കുണ്ടെന്ന് വിചാരിച്ച ജീവിതത്തിൽ 2 കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണം. ദാറ്റ്സ് മൈ പോയിന്റ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് 10 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെന്ന് വിചാരിച്ചോ, അച്ഛൻ പറയണത് നിങ്ങൾക്ക് ലാഭം 2 കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണതാണ്. ഇപ്പോഴേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നടക്കാതെ വരുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അത് വിൽ ഓഫ് ഗോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? 10 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ഭർത്താവിൻ്റെ ജോലി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, അങ്ങനെ പല കാര്യങ്ങൾ, നിങ്ങളുടെ രോഗം, 10 കാര്യങ്ങളുണ്ട്. വസ്തു വിൽപ്പന. പക്ഷേ ഇതിൽ 2 കാര്യങ്ങളെങ്കിലും, ഞാൻ 2 പറഞ്ഞാൽ നിങ്ങളെ പേടിച്ചിട്ട് പറയണതാണ്, നിങ്ങൾക്ക് അത്രയും വറച്ച പറക്കില്ല. അതുകൊണ്ടാണ് 2 കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണം. എന്താ കാര്യം? നമ്മുടെ ഇഷ്ടമല്ലല്ലോ അത്. കർത്താവിൻ്റെ കാര്യത്തിൽ ഇന്ന് ഈശോ മഹത്വരാജ്യനായി നിൽക്കണ എന്തുകൊണ്ടാണ്? അവൻ പ്രാർത്ഥിച്ച കാര്യം നടക്കാതിരുന്നത് കൊണ്ടല്ലേ. ഇന്ന് ഈശോ മഹത്വരാജ്യനായി നമ്മുടെ കൂടെ എഴുന്നള്ളിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ജനകോടികളും ജന്മാന്തരങ്ങളും അവൻ്റെ മുമ്പിൽ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വാഴ്ത്തുന്ന കാര്യം എന്താണ്? അവൻ പ്രാർത്ഥിച്ചത് നടക്കാതിരുന്നിട്ടാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? അവനെന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ആ ഒരൊറ്റ വാക്കിലാണ് കർത്താവ് രക്ഷപ്പെട്ടത്. ദാറ്റ് മീൻസ് പലപ്പോഴും ഓർക്കണം, നിങ്ങൾ സന്തോഷിക്കേണ്ടത് കിട്ടിയ കാര്യത്തെ ഓർത്തല്ല, കിട്ടാത്ത കാര്യങ്ങൾക്ക് ദൈവഹിതമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും കാര്യം
എന്തെങ്കിലും കാര്യം എൻ്റെ മനസ്സിന് അനപേക്ഷണീയമായിട്ട് നടക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരില് എനിക്ക് നിരാശ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങയുടെ വചനം എനിക്ക് പ്രത്യാശ നൽകുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നടക്കാത്ത കാര്യങ്ങളെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. എന്റെ വിശ്വാസത്തില് റോമ 4:20 അനുസരിച്ചുകൊണ്ട് എന്നെ വിശ്വാസത്തില് ശക്തിപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. പ്രസിദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പൊ നമ്മള് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം റോമ 4:20 എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തില് ശക്തി പ്രാപിക്കുവിൻ. എന്താ കാര്യം അങ്ങനെ പറയാൻ? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ പറയാൻ കാരണം എന്താണ്? ഇറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി. ഏത് പറഞ്ഞ്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തില് ശക്തി പ്രാപിക്കുക. അല്ലെ? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക എന്നാണ് ലക്ഷ്യം. അല്ലേ? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം. നമ്മൾ എന്തിനാണ് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണത്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം എന്തിനാണ്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. എന്താ കാര്യം? വിശ്വാസത്തിൽ എന്തിനാണ് ശക്തി പ്രാപിക്കുന്നത്? എന്തിനാണ് ശക്തി പ്രാപിക്കുന്നത്? വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രശ്നം. റോമ 4:16 എൻ്റെ ഉത്തരം കിടക്കുന്നത്. റോമൻ 4:16 എന്താ കാര്യം? എന്തിന് ഇപ്പം റോമ 4:20 അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ. എന്തിനാണ് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണത്? ഉള്ള വിശ്വാസം കൊണ്ടിരുന്നാൽ പോരെ? മനസ്സിലായില്ലേ? പണ്ട് കേസും പഠിക്കുന്ന കാലത്ത്, കുർബാന കേൾക്കലപ്പാടിൻ്റെ കാലത്തൊക്കെ കിട്ടിയ വിശ്വാസം കൊണ്ടിരുന്നാൽ പോരെ? എന്തിനാണ് ശക്തി പ്രാപിക്കണത്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. മനസ്സിലായ? ചോദ്യം മനസ്സിലായില്ലേ? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ വചനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിന് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം? എന്താ കാരണം? റോമൻ 4:16 എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വായിച്ചോളൂ. ശ്രദ്ധിക്കട്ടെ. വാഗ്ദാനം നൽകപ്പെട്ടത്. വാഗ്ദാനം ഏറ്റു പറഞ്ഞ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിടികിട്ടിയില്ലേ? ദൈവത്തിന് നമുക്ക് ലഭിക്കുന്ന സംഭവം ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് കിട്ടണത് എന്താണ്? വാഗ്ദാനമാണ് കിട്ടണത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പാലായാലും റൊട്ടി ആയാലും എന്തൊക്കെ IELTS പാസ്സാകുന്നതായാലും വസ്തു വിൽക്കുന്നതായാലും മക്കൾ ജനിക്കുന്നതായാലും വിവാഹം നടക്കുന്നതായാലും കല്യാണം കോടികളുടെ കടം റിമിറ്റ് ചെയ്യണം നിത്യജീവനായാലും ഇതെല്ലാം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ്. അത് ആണ് ഇതിൻ്റെ ടെക്നിക്ക്. 8852 വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. 1-2 അല്ല, 8800. ഇപ്പം നിങ്ങൾ 8852 വാഗ്ദാനങ്ങൾ. അതിൽ വീടുണ്ട്, ലാൻഡുണ്ട്, നമ്മുടെ PR ഉണ്ട്, എല്ലാ സംഭവത്തിനുണ്ട്. നിങ്ങൾ സ്ഥലം വിൽപ്പനയുണ്ട്, വിറ്റ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്, ക്യാൻസറിൻ്റെ സൗഖ്യമുണ്ട്, കരളിൻ്റെ സൗഖ്യമുണ്ട്, ശരീരത്തിൻ്റെ എല്ലാ സൗഖ്യങ്ങളുണ്ട്, നിത്യത വരെയുണ്ട്. നിത്യത ഇല്ലായിരുന്നു. വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിൽ നിത്യത ഇല്ലായിരുന്നു. നിത്യത കൂട്ടിച്ചേർത്തത് യേശുവാണ്. അതിനാണ് ഈശോ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞത്. 8852 വാഗ്ദാനം ഉണ്ടെങ്കിലും ഈ വാഗ്ദാനത്തിൻ്റെ കൂട്ടത്തിൽ നിത്യത വാഗ്ദാനം ചെയ്തിട്ടില്ലായിരുന്നു. നിത്യത വാഗ്ദാനം ചെയ്താൽ തന്നെയും, അതായത് നിത്യത വാഗ്ദാനം ചെയ്താൽ തന്നെയും അതൊരു ഒക്കൾട്ടായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ വാട്ടർമാർക്ക് പോലെ കിടക്കുകയാണ് നിത്യത. പഴയ നിയമത്തിൽ നിത്യതയുടെ കിടപ്പ് വശം എന്ന് പറയുന്നത് ഒരു വാട്ടർമാർക്ക് പോലെയാണ്. എന്താണ്? കന്യയെ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും.
ഇപ്പം ക്രിസ്തുവിൻ്റെ ഒരു വാട്ടർമാർക്ക് അവിടെ ഉണ്ട്. ആ വാഗ്ദാനമാണത്. കന്യ ഗർഭം ധരിച്ച് പുത്തനെ പ്രസവിക്കേണ്ട വാഗ്ദാനമാണ്. പിന്നെ ദൈവം സർപ്പത്തെ സാക്ഷി നിർത്തിക്കൊണ്ടൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അവിടെ മാതാവും വാട്ടർമാർക്കാണ്. അവിടെ എന്താണ്? നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ്റെ കുതികാലിൽ നീ പരിക്കേൽപ്പിക്കുമെന്ന് പറയുന്ന രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന അത് വാഗ്ദാനമാണ്. അതിൽ നിത്യതയുണ്ട്. പക്ഷെ അത് വാട്ടർമാർക്കാണ്, സൈലൻ്റാണ്. അതിൻ്റെ അത് ആക്ടിവേറ്റ് ചെയ്യണത് ഈശോയാണ്. പക്ഷേ ഈശോ ആക്ടിവേറ്റ് ചെയ്യണത് എങ്ങനെയാണത്? ഈശോ വാഗ്ദാനമാക്കി അത് ശരിക്കും പുറത്തേക്ക് കൊണ്ടുവന്ന് വെളിച്ചത്ത് കൊണ്ടുവന്നെ എങ്ങനെയാണ്? എല്ലാം ഇങ്ങനെ ഒരു ഇരുളായ്മ കിടന്നിട്ട് ഈശോ നിത്യത വെളിച്ചത്ത് കൊണ്ടുവരും. ഈശോ വെളിച്ചത്ത് കൊണ്ടുവരണം എങ്ങനെയാണ്? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മഞ്ഞ ഭക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഈശോ പറയും അതുപോലല്ല ഈ അപ്പമെന്ന് പറയും. മനസ്സിലായി? അവിടെ വെച്ചാണ് ഈശോ വെളിച്ചത്ത് കൊണ്ടുവരണത്. നിത്യത വാഗ്ദാനത്തിൻ്റെ ഭാഗമാക്കുന്നത് അവിടെ വെച്ചാണ്. അതിന് പുതിയ ഉടമ്പടി വന്നത് അത് ഉടമ്പടിയാണ്. ഉടമ്പടി എല്ലാ ദൈവം ഒന്നും ചെയ്യത്തില്ല. എന്താണ്? ക്യാച്ച് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ്. എന്താ പറയണത്? നിത്യതയാ ഈ പഴയ നിയമത്തെ വാട്ടർമാർക്ക് ജലരേഖ പോലെ കിടന്നിരുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ വെളിച്ചത്ത് കോൺക്രീറ്റായിട്ട് കൊണ്ടുവരുന്ന ഈശോയാണ്. അതിന് ഈശോ എന്താ ചെയ്തത്? 6:27-30 വചിച്ചോ യോഹന്നാൻ്റെ സുവിശേഷം 6:27-28-29. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, യോഹന്നാൻ 6:27. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ പറഞ്ഞ് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് ചോദിക്കുമ്പോൾ ഇത്രയും പറയുമ്പോഴേ, അതായത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ പറയുന്നില്ലേ? ഇത് പറയുമ്പോൾ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈശോയുടെ സദസ്സ് വളരെ വിജ്ഞാന ഉള്ള സദസ്സാണ്, അല്ലാതെ വായി നോക്കിയുള്ള സദസ്സല്ല. കാര്യം എന്ന് വെച്ചാൽ അവരോട് ചോദിക്കും, വാട്ട് വി ഷുഡ് ഡു ടെസ്റ്റിംഗ് ദ വിൽ ഓഫ് ഗോഡ്. അവർ ചോദിക്കും, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് തോന്നുന്നത് ഈശോയുടെ ശ്രോതാക്കൾ വെച്ച് ഇടിവെട്ട് ശ്രോതാക്കളാണ്. ഈ കുർബാനയുടെ ഡിസ്കോഴ്സ് നടത്തുമ്പോൾ കർത്താവിനെ അഭിമുഖീകരിക്കുന്നത് നല്ല ക്ലാസ് ഓഡിയൻസാണ്. അവർ ചോദിക്കണം, കണ്ടില്ലേ? അവരുടെ ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ വെളുപ്പിനെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. കാരണം അവർ ചോദിക്കുന്നത് എന്താണ്? നിത്യതയെന്ന് പറയുമ്പോൾ ഉടനെ പറയും ദൈവഹിതം എന്നാണ് അവർ പറയണത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിത്യത എന്ന് പറയുമ്പോൾ ആ ജനങ്ങൾ ഉടനെ തിരിച്ചറിയും, വിവേചിക്കും. അത് അവരുടെ ഡിസേൺമെൻറ്റ് ഭയങ്കരമാണ്. അവർ ചോദിക്കുന്നത് എന്താണ്? നിത്യതയാണെങ്കിൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതാണ് വിഷയം. അപ്പോഴെന്ത് ചെയ്യും? അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. അവൻ അയച്ചവനിൽ വിശ്വസിക്കാനാണത് പിന്നീട് പറയണത്. ഈശോ പറഞ്ഞ മറുപടി അതാണ്. പക്ഷെ അയച്ചവൻ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? അത് അമ്മയാണ് പറയണത്. അവൻ പറയണത് പോലെ ചെയ്യാൻ. അതാണ് മരിയൻ ഉടമ്പടി. കൈയടിച്ച് കർത്താവേ, പറയുന്ന
ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ